വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വരുന്ന വ്യാഴാഴ്ച അതായത് ഏപ്രിൽ 3 മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. പഠനം അതിൻ്റെ കലാശക്കൊട്ടിലേക്കും പാരമ്യത്തിലേക്കും നീങ്ങുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും കേട്ടാൽ മാത്രം പോരാ, ഇതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്ലോക്കുകൾ അതിൻ്റെ സമ്മറി എങ്കിലും പഠിച്ചു പോയാൽ മാത്രമാണ് കീവേഡ്സ് ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി പോകണം. അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡിങ് സപ്ലിമെൻ്ററി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കി പരീക്ഷയ്ക്ക് പോകുന്നത് നല്ലതാണ്. പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരുവിളി കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേരിലാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ കൊല്ലത്തെയാണ്, 2 കൊല്ലത്തെ മുമ്പത്തെയാണ്. ഈവൻ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറ്റിയിട്ടില്ല ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈവൻ വർഷം പോലും മാറ്റാതെ ക്വസ്റ്റ്യൻ പേപ്പർ, സെമസ്റ്റർ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനും എഴുതി പഠിക്കാനും പ്രോബ്ലം ആണെങ്കിൽ ചെയ്ത് പഠിക്കാനും നിങ്ങൾ മറക്കരുത്. വീണ്ടും ആവർത്തിക്കുന്നു, ഓരോ ബ്ലോക്കിൻ്റെയും സമ്മറി അറിഞ്ഞതിന് ശേഷമാണ് PYQs നമ്മൾ നോക്കുന്നത്. അല്ലാതെ PYQs മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾ ജയിക്കണമെന്നില്ല. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PYQസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചോദിക്കാറുമുണ്ട്. ചിലപ്പോൾ ബിരിയാണി വിളമ്പിയാലോ കൊടുത്താലോ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വായിച്ച് നോക്കുന്നതും എഴുതി നോക്കുന്നതും എഴുതാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതാണ്. ഇനിയുള്ള 2 ദിവസം കുറേ അധികം പഠിക്കുന്നതിനേക്കാൾ നല്ലത് റിവിഷൻ നടത്തുക എന്നതാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മെമ്മറൈസേഷൻ ഓക്കെ ആണോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. അല്ലാതെ ആ പാഠം ഭാഗം പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സമയം കളയാതെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക. മാർക്കുകൾ ഉറപ്പിച്ചാൽ തന്നെ നല്ല മാർക്കോടുകൂടി ജയിക്കാവുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.